അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്താരെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇന്ന് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമത്തെ ജീവിക്കാൻ പ്രഭാതം മുതൽ ഒരുങ്ങുകയും ചെയ്യുന്ന മക്കളുടെ മേലെ നിന്റെ ശുഭമാക്കപ്പെടുന്ന ദൈവകൃപയാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിന് വരുന്നിട്ടുള്ള അബദ്ധങ്ങൾ, പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരും. ചില സമയത്ത് ഒപ്പിട്ട് കൊടുക്കും, പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റാതെ വരും. ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കും, പകുതി വഴി എത്തും, പക്ഷെ നമുക്ക് മുഴുമിക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ ആരെയും മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യത്തിന് ഒത്താശ ചെയ്യും. അവസാനം നമ്മളെ ഇതിലേക്ക് ചാടിച്ചവൻ തന്നെ ഇതെല്ലാം നമ്മുടെ മുതുകത്ത് വെച്ചിട്ട് അവൻ സ്കൂട്ടാകുകയും ചെയ്യും. ഇങ്ങനെ പല പല അബദ്ധങ്ങളിൽ ചെന്ന് മനുഷ്യരെ കുരുങ്ങുന്നുണ്ട്. കർത്താവേ, അതിനെല്ലാം രക്ഷിക്കാൻ വേണ്ടി നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മനുഷ്യന്മാരുടെ ഉപദേശം, എല്ലാത്തിനു വേണ്ടി മനുഷ്യന്മാരുടെ ഉപദേശവും മനുഷ്യനെ ദൈവമായി കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ദൈവം പറഞ്ഞ പോലെയാണെന്നുള്ള പൊട്ടവാക്കുകളും പേവാക്കുകളും വിഡ്ഢിയായ മനുഷ്യൻ കെട്ടിയെഴുന്നള്ളിക്കുമ്പോഴേ ഓർക്കുക, യഥാർത്ഥ ദൈവത്തെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന്. കർത്താവ്, അങ്ങനെയുള്ള മിഥ്യാബോധങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലഹരിക്കടിപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സന്ധിക്കണമേ, സമാധാനപ്പെടുത്തണമേ. നിൻ്റെ കൃപയാൽ അവരെ അതിൽ നിന്നെല്ലാം വിടുവിച്ചുകൊണ്ട് കുടുംബത്തിന് സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം തകർന്നു പോയി, മുടിഞ്ഞു പോയി, ഇനിയിപ്പോൾ അങ്ങോട്ട് പോട്ടെ
വിചാരിച്ചുകൊണ്ട് വെറുതെ നിന്ന് കൊടുത്തിട്ട് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴുകിപ്പോകുന്ന പോലെ മനുഷ്യന്മാർ നശിച്ച് പോകുന്നുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് കണ്ടു നിൽക്കുന്നവർ ശപിക്കുകയും നമ്മുടെ തകർച്ചയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവമില്ല, ദൈവത്തിന് പോലും എന്നെ വേണ്ട, എനിക്ക് ദൈവത്തിനെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം നിർജ്ജലീകരിക്കണ പോലെ ആധ്യാത്മികമായിട്ട് നിർജ്ജലീകരിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവെ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തിന് വന്നിരിക്കുന്ന അബദ്ധം, വന്നിരിക്കുന്ന പെട്ടുപോയ അവസ്ഥകൾ, അതെങ്ങനെയാണ് അവിടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊക്കെ അവർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലും പക്ഷേ അതേസമയം അതിന് കരകയറാനുള്ള മാർഗമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി കരകയറാൻ മാർഗം കാണുന്നില്ല. പല പല മരുന്നുകളും പല പല ലഹരി വിഷവസ്തുക്കളൊക്കെ കഴിച്ചിട്ട് ശരീരം പോയി നഷ്ടപ്പെട്ടിട്ട് ആ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റണില്ല. ഇങ്ങനെ സ്വന്തം കഴിവിനെ കരകയറാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു, ചില ലൈംഗിക ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടു, പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ മരണം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യ ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതക ഭീഷണിയും അങ്ങനെ ചെന്ന് ചുഴിയിലകപ്പെട്ടു പോയ കുടുംബങ്ങൾ, അവർ നീ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജീവിതം ഒടുങ്ങിപ്പോയവരെ, പോസ്കോ കേസ് അകപ്പെട്ടവരെ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ എന്നെ ശിക്ഷിച്ചു, എന്നാൽ തെറ്റ് ചെയ്തിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശിക്ഷ മേടിച്ചതിൻ്റെ പേരിൽ പുതിയ പുതിയ തെറ്റുകൾ ആവർത്തിച്ച് നിരാശപ്പെട്ട് വീണ്ടും തെറ്റിൽ തന്നെ മെഴുകി ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുതിയ സംരംഭത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ ആസ്വദിക്കുന്നു, പുതിയ പഠനങ്ങൾക്ക് ഒരുങ്ങുന്നവരെ ആസ്വദിക്കുന്നു, പുതിയ യാത്ര ചെയ്യാൻ ഉദ്യമിക്കുന്നവരെ ആസ്വദിക്കുന്നു, പുതിയ ജീവിത രീതികളും പ്ലാനുകളും പദ്ധതികളും നടപ്പിൽ വരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ആസ്വദിക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അബദ്ധമാണെങ്കിൽ അതിനെ പിന്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭിണികളെ ആസ്വദിക്കുന്നു, പ്രസവ വാർഡ് കഴിയുന്നവരെ ആസ്വദിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് രോഗമാകുന്നവരെ ആസ്വദിക്കുന്നു, പലതരത്തിലുള്ള കുടുംബസമാധി ഇല്ലാത്തവരെ ആസ്വദിക്കുന്നു, ഭർത്താവും ഭാര്യയും പിരിഞ്ഞു നിൽക്കുന്നവരെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അവർക്ക് ആവശ്യിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ അവർ സഹായിക്കുകയും ചെയ്യട്ടെ. ജീവിക്കാൻ മാർഗമില്ലാത്തവരും തൊഴിലില്ലാത്തവരും ചെയ്യുന്ന തൊഴിലിൽ കടം കയറി മുടിഞ്ഞവരെയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പരസ്പരം വെറുക്കപ്പെട്ടവരായിട്ട് കുടുംബത്തിൽ തന്നെ ജീവിക്കണോ വേണ്ടതെന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസ്ഥാനത്താറെ ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥലെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നിൻ്റെ കുടുംബത്തെ ആശ്രയിക്കുന്നു, നിൻ്റെ തകർന്നുപോയ മനസ്സിനെയും കടങ്ങൾക്ക് പുതിയ കടങ്ങളായിട്ട് സമാധാനം കിട്ടാത്ത ജീവിതാവസ്ഥകളെ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അനുഗ്രഹിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ബൈബിളിൽ കഴിഞ്ഞ പുസ്തകങ്ങൾക്ക് കർത്താവ് എന്നോട് പറയുന്നൊരു ശുഭമാക്കുമെന്ന് പറയും. ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മാസമായി. ശുഭമാക്കുക എന്നുള്ള വിഷയം ദൈവത്തിൻ്റെതാണെന്നാണ് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെയാണ് ശുഭമാക്കണത്. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ പണ്ടൊരിക്കൽ നിങ്ങളോട് ഇതേ വേദി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന വചനം 39:23. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അതാണ് സംഭവം. കർത്താവ് കൂടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ശുഭമാക്കൽ, ഭംഗിപ്പെടുത്തൽ എന്ന് പറയത്തില്ലേ, നമ്മൾ ഭംഗിപ്പെടുത്തൽ, ബ്യൂട്ടിഫിക്കേഷൻ വേറെ വിഷയമാണ്. ഇപ്പം നമുക്കൊരു വീട് കിട്ടി, ഒരു വീട് കണ്ട് നമ്മളൊക്കെ കെട്ടി വീടുണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് കാശുണ്ട്, അല്ലെങ്കിൽ ലോൺ കിട്ടും, പിന്നെ നമ്മുടെ നല്ല എൻജിനീയർ നമ്മുടെ കൈവശമുണ്ട്, സാധനങ്ങൾ നമുക്ക് വില കുറച്ച് കിട്ടും, സ്ഥലമുണ്ട്, കാറ്റ് പിടിച്ചുള്ള സ്ഥലമാണ്, ഇതെല്ലാം നമുക്കുണ്ട്. നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയും അധ്വാനിക്കാനുള്ള കഴിവും പണമൊക്കെ ഉണ്ടെങ്കിലും ആക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ ശുഭമെന്ന് പറയുന്നത് നമ്മൾ സിനിമയൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പം എന്ത് സമയം ഈ അവസാനമൊക്കെ ഉണ്ടല്ല, ശുഭമെന്നും എഴുതി കാണിക്കും. ഇപ്പം എഴുതി കാണിക്കണില്ല, കാര്യം ശുഭമല്ലല്ലേ.
ഇപ്പോഴത്തെ സിനിമയൊന്നും അവസാനിക്കുന്നത് ശുഭമല്ല. അതുകൊണ്ട് അവർക്കറിയാം ശുഭമല്ലാതെയാണ് അവസാനിക്കണമെന്ന്. പണ്ട് എഴുതി കാണിക്കുന്നത് ശുഭമെന്ന്. ഈ ശുഭമെന്ന് എഴുതി കാണിക്കുന്നത് എപ്പോഴാണ്? അവസാനമാണ് എഴുതി കാണിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം ശുഭമാണോ അശുഭമാണോ എന്ന് അവസാനം അറിയാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ആരും അമേരിക്ക പോകത്തില്ല. അന്ന് അമേരിക്ക വെച്ച് കേട്ടില്ല. എല്ലാവരും പോകേണ്ട പേർഷ്യ എന്നാണ് പറയണത്. പേർഷ്യ പോകണത്. പിന്നീട് ഗൾഫ് എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ 70-കളിലൊക്കെ ആൾക്കാർ പേർഷ്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 80-കളിലാണ് പിന്നീട് ഗൾഫ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ ഇറാനും ഇറാഖ് അല്ലാതെ വേറെ രാജ്യങ്ങളൊക്കെ വന്നപ്പോൾ ഗൾഫ് കൺട്രീസ് വന്നു. അപ്പോൾ ആദ്യം ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ബർമയിലാണ്. അതൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് കൊളംബിലാണ്. ആൾക്കാരൊക്കെ എല്ലാ കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടായതല്ല, പണ്ട് പോലെ ഉള്ളതാണ്. ഓരോ മനുഷ്യർ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകും. പക്ഷേ അവസാന കാലങ്ങളിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൾ ആദ്യം നാട്ടിൽ നിന്ന് അമേരിക്ക പോയ ആളാണ്. അപ്പോൾ വളരെ നല്ല മിടുക്കൻ അമേരിക്കയിപ്പോൾ തന്നെയാണ് നാട്ടിൽ വന്ന് ഇറങ്ങണത്. അത്രയും നല്ല ചുവപ്പ് കളറും നല്ല ഭയങ്കരമായിട്ടുള്ള സ്മാർട്ട് ലുക്കിംഗ് ഒക്കെ ആയിട്ട് കുറേ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട്. പക്ഷേ അവസാന കാലങ്ങളിൽ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് ആ നല്ല ഭാര്യ അദ്ദേഹത്തിന് ഇട്ടച്ചും പോയെന്ന്. പിന്നെ അവരും പിന്നെ വേറെത്തിനെ കല്യാണം കഴിച്ചു, അവരും മരിച്ചു, ഇയാളും മരിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാർ സഹോദരങ്ങൾ മരിച്ചു. എല്ലാം അശുഭമായി പോകണവരാണ്. അപ്പോൾ ഈ ശുഭമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. ശുഭം ആക്കുകയാണ് വേണ്ടത്, ശുഭം ആകുകയല്ല, ദൈവം ആക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വെളിപാടിൻ്റെ ഉൽപ്പത്തി പുസ്തകം പറയണത് 39:23 പറയുന്നത് എന്താണ്? അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭം ആക്കുകയും ചെയ്തു. അപ്പം ദൈവമാണ് ഇത് ചെയ്യേണ്ടത്. ആക്കണമെങ്കിൽ ശുഭമാക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. പഠിക്കാൻ പറ്റും, പക്ഷെ ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് വീട് വെക്കാൻ പറ്റും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. എൻ്റെ പേര് പൃഥ്വി എന്നാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടിയെ കുറിച്ചിട്ടൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം കൃപാസനം മാതാവിനെ കുറിച്ചോ ഉടമ്പടിയെ കുറിച്ചോ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും അതും കണ്ടതിന് ശേഷം ഞങ്ങൾ അല്പവിശ്വാസികളായിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നതെങ്കിലും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് കിട്ടിത്തുടങ്ങി. അതിന് ഏറ്റവും വലിയ ഒരു അനുഭവമാണ് ഇപ്പോൾ എൻ്റെ ഡാഡി ഇവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് നിൽക്കുന്നത്. അത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഡാഡിക്ക് കൊടുക്കാം. എൻ്റെ പേര് ഡേവിസ്, സ്ഥലം കാളത്തോട്, തൃശ്ശൂർ ജില്ലയിലെ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ്. പത്രവിതരണം, പത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത്. എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു 75,000 റുപ്യ കിട്ടാണ്ടായിരുന്നു. 10 വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി, പല ഉന്നതമായ ആൾക്കാരെയായിട്ടും സമീപിച്ചു. അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി പോകുമായിരുന്നു. അത് ഞാൻ ഒരു മാനേജർക്ക് ചിലപ്പോൾ പറയും, ഞാൻ ഇരിക്കുന്ന സമയത്തല്ലോ ഈ പൈസ തരാറുള്ളത്, അതും മറ്റേ മാനേജറായിരുന്നു. അപ്പോൾ പുതിയ മാനേജർ വരും പറയാം, മറ്റേ മാനേജരോട് ചോദിച്ചു, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് 10 കൊല്ലത്തോളം എന്നെ നടത്തിച്ചു. ഞാൻ പത്രം വിട്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 75,000 റുപ്യക്കൊക്കെ ഇത്ര വലിയ ഭീമമായ സംഖ്യയാണ് നിർത്തിയിട്ട് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു. അവസാനം ഞാനിങ്ങനെ ഇടയ്ക്ക് പുത്തമ്പള്ളിയിൽ പോവും, തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ പോയി അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചച്ഛൻ വന്ന്, എന്താ അപ്പച്ച അങ്ങനെ ഇരിക്കണേ, വിഷമിച്ചിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് തുറന്ന് പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ പത്രം വിതരണം ചെയ്ത് നടക്കുന്ന ഒരാളാണ്. എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേർക്ക് 75,000 റുപ്യ കിട്ടാനുണ്ട്. അത് കിട്ടാനില്ല, പല കാരണങ്ങൾ പറഞ്ഞ് അവർ മുടക്കുക. അപ്പോൾ അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ, ഞാനൊരു പരിഹാരം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അച്ഛാ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, മുട്ടൂത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടൂത്തി നിന്നു. അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നമാരെ കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോവുക, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ 3 മക്കളോടും എനിക്ക് 3 പെൺകുട്ടികളാണ് ഉള്ളത്. 3 പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു. അവരെ 3 പേരും വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൈസ കിട്ടാനുള്ള സംവിധാനം, അച്ഛൻ കൃപാസനത്തിലേക്ക് പോയി മുട്ടിപ്പാരി പ്രാർത്ഥിക്കുക, അതിന് ഉടമ്പടി എടുക്കാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഒക്ടോബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, എനിക്ക് ഉടമ്പടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, എത്ര വയസ്സായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 70 വയസ്സ് കഴിഞ്ഞു. അയ്യോ ചേട്ടാ, 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഉടമ്പടി കൊടുക്കാൻ പാടില്ല, അവർക്ക് രോഗത്തിനും ഇതിനൊക്കെ അടിമേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഉപവാസം എടുക്കലും മരുന്ന് കഴിക്കലൊക്കെ ആകുമ്പോൾ അത് രോഗത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടാവും, അതിന് പേരിലാണ് തരാത്തതെന്ന് വെച്ചു. അപ്പം ഞാൻ വിഷമിച്ചു. ഞങ്ങളെ 3 കുടുംബം അവിടെ നിന്ന് ഇത്ര കണ്ട വഴി വന്നിട്ട് അതിന് പലല്ലാണ്ട് പോയില്ലോ മാതാവേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു, മാനേജറെ തിരിച്ചു വിളിച്ചു. അപ്പച്ചൻ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ 3 മക്കളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് അപ്പച്ചന് വേണ്ടിയിട്ട് 3 മക്കൾ ഉടമ്പടി എടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മക്കളോട് ഞാൻ പറഞ്ഞു. അപ്പം മക്കൾ പറഞ്ഞു, ഞങ്ങളെടുക്കാം, അപ്പന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് പുലർച്ചയ്ക്ക് 4 മണിക്ക് ഞാൻ പത്രത്തിന് 3:30 എണിക്കും. 4 മണിക്ക് എണിച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും. വൈകിട്ട് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും. മെഴുതിരി കത്തിച്ച് 2 നേരം മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കും. 45-ാം ദിവസം എനിക്കതിൻ്റെ ഫലം ഉണ്ടായി. ഞാനൊരു 2 മണിയാവും എൻ്റെ ജോലി കഴിഞ്ഞ് പത്രത്തിൻ്റെ വിതരണം ചെയ്ത് ദിവസം കിട്ടുന്ന ചിലരെന്ന് ദിവസം കാശ് പിരിക്കണം, അതൊക്കെ പിരിച്ച് 2 മണിയാകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്താം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ലേശം നേരം 5 മിനിറ്റ് തന്നെ വിശ്രമിക്കും. അങ്ങനെ ഞാൻ 2:30 കിടന്നു. 2:30 കിടന്നിട്ട് ലേശം കഴിഞ്ഞപ്പോൾ കണ്ണടച്ച് ഇരുന്നപ്പോൾ ഒരു അമ്മാമ്മ എന്നെ വന്ന്, മോനെ എഴുന്നേൽക്ക്, ഉറങ്ങല്ലേ എനിക്കാൻ പറഞ്ഞു. ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തിട്ടുള്ളൊരു അമ്മ, ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു, മോനെ എഴുന്നേൽക്ക്. ഞാൻ കണ്ണു തുറന്ന് നോക്കി, ആരും കാണാനില്ല, ഒരാളുമില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു, പിന്നെ 2ാമത് ഞാൻ കിടന്നു. അപ്പോൾ മോനെ എഴുന്നേൽക്ക്, ഇന്ന സ്ഥലത്ത് പോയിട്ട് കേരള സദസ്സിൽ ഡിസംബർ 5-ാം തീയതി കേരള സദസ്സിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക, അതിന് ഫലം ഉണ്ടാവും എന്ന് പറയലും ആൾ പോലും കഴിഞ്ഞു. പിന്നെ അമ്മാമ്മനെ കണ്ടില്ല. ഞാൻ അവിടുന്ന് 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് SP ഓഫീസിൽ നിന്ന് വിളി വന്നു. ഇങ്ങനെ ഡേവിസ് എന്ന് പറയുന്ന ആളാണോ, അത് ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടുണ്ടോ കേരള സദസ്സിൽ? നിങ്ങൾ ആ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെങ്ങോട്ട് വരാൻ പറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറ് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു. ചെന്നപ്പോൾ ബാങ്ക് മാനേജറിനെ വിളിച്ച് വരുത്തിണ്ടായിരുന്നു. ഞാൻ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പൈസയുടെ കാര്യം. അപ്പം പൈസയുടെ കാര്യം ഇങ്ങോട്ട് കിട്ടാനുണ്ട്. 4 മാനേജർമാർ മാറി വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഓരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് എന്നെ മടക്കണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ SP ടൗൺ SIക്ക് ഫോർവേഡ് ചെയ്തു. ഇവരെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു. അങ്ങനെ SI മാനേജറിനെ വിളിച്ച് കുറേ ഷൗട്ട് ചെയ്തു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ 40 കൊല്ലം 30 കൊല്ലം പഴക്കമുള്ള കാശ് നിങ്ങൾ കിട്ടാനുള്ള കാശ് ജപ്തി ചെയ്ത് എടുക്കണ്ടല്ലോ, ഈ പാവത്തിൻ്റെ പത്രമിട്ട കാശ് നിങ്ങൾക്ക് കൊടുക്കാൻ എന്താ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷൗട്ട് ചെയ്തു മാനേജറിനെ. അപ്പോൾ മാനേജർ പറഞ്ഞു, എനിക്കൊരു മാസം അവധി തരണം, ഞാൻ എൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് SI ചോദിച്ചു, ഒരു മാസം അവധി ചോദിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ 5-10 കൊല്ലം ക്ഷമിച്ചതിന് മേലെയാണ് ഒരു മാസമല്ല 2 മാസം അവർക്ക് കൊടുത്തോ, എനിക്ക് വിരോധമില്ല. അങ്ങനെ പറഞ്ഞ് 1 മാസത്തെപ്പോൾ എനിക്ക് വിളി വന്നു ബാങ്കിൽ നിന്ന്, നിങ്ങളിവിടെ തന്നെ ബാങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മാസത്തിൻ്റെ ഉള്ളിൽ അവർ തന്നില്ലെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ SI അങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബാങ്കിൽ നിന്ന് വല്ല വിളി വന്നു. അപ്പം സാറേ എന്നെ വിളിച്ചിട്ടുണ്ട്, ബാങ്കിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബാങ്കിലേക്ക് ചെന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാശ് പാസ്സായിട്ടുണ്ട്, 2 വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം, അക്കൗണ്ടോട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ പൈസ കിട്ടി. അത് വലിയൊരു അനുഗ്രഹം. ഇത് പാവപ്പെട്ടവന് 75,000 രൂപ ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ്. അത് എനിക്കത് ദൈവം സാധിച്ചു തന്നു. കോടി ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ. 2ാമത്തെ കാര്യം, എൻ്റെ ഭാര്യ
ഞങ്ങൾ മിക്ക കൊല്ലം വേളാങ്കണ്ണിക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മക്കളും അമ്മയും കൂടി വേളാങ്കണ്ണിക്ക് പോയി. വേളാങ്കണ്ണി പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്ന് അവർക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ 9 മണിക്കുള്ള കുർബാന കണ്ടിട്ട് ഈ രണ്ട് ചെറിയ എനിക്ക് 3 പെൺകുട്ടികളായിരുന്നു. മൂത്ത മോൾക്ക് 2 പെൺകുട്ടികൾ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് 3 പെൺകുട്ടികൾ, അല്ല മൂത്ത മോൾക്ക് 2 പെൺകുട്ടികൾ, ഇനിയുണ്ടാവുന്ന മക്കൾക്ക് ആൺകുട്ടീനെ കൊടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ മുട്ടിപ്പായ പ്രാർത്ഥിച്ചു. 2 പെൺകുട്ടികൾക്കും ആൺകുട്ടീനെ കൊടുത്തു. ആ 2 ആൺകുട്ടികളും കിട്ടി. ആ ആൺകുട്ടികൾക്ക് പുറത്തിരുത്തി വഴിപാട് നടത്താൻ മുട്ടൂത്തി കഴിഞ്ഞ് വഴിപാട് നടത്താൻ വഴിപാടുണ്ടായിരുന്നു. ആ വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഭാര്യ തളർന്നു വീണു. അറ്റാക്ക്. അവിടെ അപ്പം തന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇവിടെ രക്ഷയില്ല, നിങ്ങൾ നാഗപട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ച് നാഗപട്ടണത്തിലേക്ക് പോയി. നാഗപട്ടണത്തിലേക്ക് പോയി 1 മണിക്കൂർ നേരം അവിടെ അവരിട്ട് മരുന്ന് ചികിത്സയിലൊക്കെ ചെയ്തു. എന്നിട്ട് രക്ഷയില്ല. അവർ പറഞ്ഞു ഇവിടെ കൊണ്ട് രക്ഷയില്ല, ആൾക്ക് വിദഗ്ധ ചികിത്സ കിട്ടണം, അതിന് വേണ്ട സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യോ, ഇവിടെ കൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വിഷമിച്ച് കൂട്ട കരച്ചിലും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് ഡോക്ടർമാർ 3 ആംബുലൻസ് ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി. അപ്പോൾ 3 പേർക്കും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇയാളെ വിദഗ്ധ ചികിത്സ കിട്ടാനുള്ള സ്ഥലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞു. ഈ 3 ആംബുലൻസ് ആരും വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് ഹെലികോപ്റ്ററല്ല, ഞങ്ങൾക്ക് പോകാനായിട്ട്, ഞങ്ങൾക്ക് ടെമ്പോയിൽ വേണ്ട പോകാനായിട്ട്, ഞങ്ങൾക്ക് ഇത്ര സമയത്ത് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ അത് മാതാവ് വന്ന് ഒരു പയ്യൻ്റെ രൂപത്തിൽ വന്നു. മാതാവ് അമ്മേനെ ഞാൻ കൊണ്ടുകൊള്ളാം, അമ്മേനെ ഞാൻ കൊണ്ടുകൊള്ളാം എന്ന് പറഞ്ഞാൽ ചക്കൻ ആ പയ്യൻ ഓടി വന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കില്ല, അമ്മേനെ ഞാൻ കൊണ്ടുകൊള്ളാം. അങ്ങനെ ആ പയ്യൻ വന്നു. ഒരു പോറലൽക്കാതെ കണ്ട് പുലർച്ചെ 3 മണിക്ക് ഇവിടെ അശ്വനി ഹോസ്പിറ്റലിൽ എത്തിച്ചു. 6 മണിക്കൂറിനുള്ളിലൂടെ എത്തിച്ചു. അമ്മേൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, അമ്മ സുഖപ്പെട്ടു. അത് 2ാമത്തെ അത്ഭുതം, മാതാവിൻ്റെ 2ാമത്തെ അത്ഭുതം. പിന്നെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ എനിക്ക് വേറെ തന്നിട്ടുണ്ട്. അതെല്ലാം പറയുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. പക്ഷേ ഇങ്ങനെ വലിയ 2 അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇത് അത്ഭുതം സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 1 മണിക്കൂറാണ് ആളുടെ ജീവിതം. അത് അതിനുള്ളിൽ വിദഗ്ധ ചികിത്സ കിട്ടണം. ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിദഗ്ധ ചികിത്സ കിട്ടുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളത്. അവിടെ ഇതിൻ്റെ സീനിയറായിട്ടുള്ള ഡോക്ടർ, എൻ്റെ മോള് BSc നഴ്സിംഗാണ്, ആ ഡോക്ടർ കൂടെ 2 കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അവൾ അശ്വനിലേക്ക് പോകാം. ആ ഡോക്ടർ അശ്വനിയിലിരിക്കുന്നത്, അയാൾ ഹാർഡിയോളജിസ്റ്റ്, ഇൻ്റർനാഷണൽ ഹാർഡിയോളജിസ്റ്റാണ്. അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോകണം, അയാളെ കാണണം. അപ്പോൾ 2 ബോസുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ അടുത്തേക്ക് പോയത്. ആ ഡോക്ടർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ്, ഞങ്ങളുടെ കഴിവല്ല, ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ ആരും അവിടെ 3 ഡോക്ടർമാരും പറഞ്ഞു ഞങ്ങളുടെ കഴിവല്ല, ഇത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് 2 വട്ടം നേരിൽപ്പെട്ട് അനുഭവപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ചെറിയ ചെറിയ കുറേ അത്ഭുതങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ കോടി നന്ദി പറയണു. ദൈവത്തിനും കൃപാസന മാതാവിനും എല്ലാ ഇതിനും നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം, അല്ലെങ്കിൽ എന്താ പറയുക, കുടുംബ പ്രാർത്ഥന എത്തിക്കാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു അലസത, മടി എല്ലാം വരണതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മറക്കാനാവാത്ത ഒരു അനുഭവങ്ങൾ ഉണ്ടാവണത് മാതാവിലോട്ടും ദൈവത്തിലോട്ടും കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര മടിയുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയിട്ട് നമുക്കിങ്ങനെ ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോൾ എന്നും പ്രാർത്ഥന എത്തിക്കാനും അല്ലെങ്കിൽ പള്ളിയിൽ പോകാനും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് ഒരു മടിയും തോന്നില്ല. ചിലരൊക്കെ നമുക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പത്രം നമ്മൾ വീട്ടിൽ വെക്കണ കാണാം, അത് കൊടുക്കാനുള്ളൊരു മടി കാണാം. പക്ഷേ ആ പത്രം നമ്മൾ കൊടുക്കുന്നത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. നമ്മൾ വഴി മാതാവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ, അതേപോലെ ഹിന്ദുക്കൾ, പല ജാതിയിലും പല മതത്തിലും പെട്ട ആൾക്കാർക്ക് നമ്മൾ വഴി ഒരു പ്രചോദനം നൽകുകയാണ്. അതേപോലെ നമുക്ക് പറ്റാവുന്ന സഹായം, അത് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമാവാം, അതല്ലെങ്കിൽ നമ്മളൊരു രോഗിക്ക് നമ്മളുടെ വാക്കുകൾ കൊണ്ടുള്ളൊരു ആശ്വാസവാക്കാവാം. അതൊക്കെ നമുക്കൊരു ആത്മീയമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും ഈ ഉടമ്പടി എടുക്കുന്ന വഴി. നമുക്ക് മാതാവ് ചിലപ്പോൾ തോന്നിപ്പിക്കണമായിരിക്കാം.
അപ്പം അതുവഴി നമ്മുടെ കുടുംബത്തിനും അതേപോലെ മറ്റുള്ളവർക്കും വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ വഴി കിട്ടാൻ പോണത്. അപ്പോൾ ഉടമ്പടി എടുക്കണേലും അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണേലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണേലും ആരും മടി കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസനം മാതാവിനും ദേവകുമാരനും 1000 നന്ദി, സ്തുതി, സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഇപ്പം ഈ മകളാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിൽ ഈ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചതും. അപ്പച്ചൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്ന് അപ്പച്ചനെയും കൂട്ടി വന്നത്. നമ്മളെപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടി എടുത്ത ആളും അതിന് ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച ആളും ഒരുമിച്ച്, കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു പ്രചോദനവും ഒരു സമ്മാനവും കൂടിയാണ് ഓരോ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിളായിട്ടുള്ള വഴിയിൽ അത് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ പഴയ നിയമം തൊട്ട് ആബേലിൻ്റെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് അതാണല്ലോ. അല്ലെ കടിഞ്ഞൂലുകളെല്ലാം എനിക്ക് തരണമെന്നൊക്കെ കർത്താവിൻ്റെ കൽപ്പനയുടെ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടൊരു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഈ ഒരു പ്രിൻസിപ്പിളുണ്ട്. നിങ്ങൾ അറിഞ്ഞും അറിയാതെയാണെങ്കിലും രാവിലെ 5:30 എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാം ഒരു ദൈവശാസ്ത്രത്തിൻ്റെ പിന്നിലും ഒരു ദിവസത്തിൻ്റെ ഏറ്റവും തുടക്കം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ദൈവം. അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു പഠനമുണ്ട്. അപ്പം ഇതിൽ ഈ മകളാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർക്കാണ് ഒരു കുടുംബത്തെ ലീഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ നേരത്തെ ആ മകൻ സാക്ഷ്യം പറഞ്ഞപ്പോഴും ഈ മകൾ സാക്ഷ്യം പറയുമ്പോഴും ഈ സാഹചര്യത്തിൽ അപ്പച്ചൻ ഉടമ്പടി എടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മകൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഉടമ്പടി എന്തുകൊണ്ട്, അതായത് ഒരു 65 വയസ്സിന് മുകളിൽ ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് അപ്പച്ചൻ പറഞ്ഞു. കാര്യം ഇതിലെ നിബന്ധനകളൊക്കെ കുറച്ച് ഗൗരവമായിട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ബാക്കിയുള്ളൊരു പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഉടമ്പടി അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തണം, അത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ ഒരു പ്രാർത്ഥിച്ച് പോകേണ്ട ഒന്നല്ല. അതാണ് ആ മകളപ്പം വ്യക്തമായിട്ടത് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു അനുഭവം ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം മകൾ ഉടമ്പടി എടുത്തതിൻ്റെ 45-ാമത്തെ ദിവസം, എത്രാം ദിവസം മാതാവിനെ കണ്ടെന്ന് 45-ാമത്തെ ദിവസമാണ് അപ്പച്ചൻ ഈ പറയുന്ന പരിശുദ്ധ അമ്മയെ കണ്ടു എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം മാതാവിൻ്റെ ഇങ്ങനത്തെ ഉള്ളൊരു പെരുമാറ്റം നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. അത് ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏത് സമയം കൃപാസനം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ സ്വപ്നത്തിൽ മുഴുവൻ മാതാവ് വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കാമല്ല. പക്ഷേ പല സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഉടമ്പടി എടുത്തവർക്കല്ല, ഉടമ്പടി ആർക്ക് വേണ്ടിയാണ് എടുത്തത് അവർക്ക് പരിശുദ്ധ അമ്മ ഒരു സാന്നിധ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതിൽ ഒരു വൈദികൻ്റെ ഒരു കടന്നുവരവിനെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. പിന്നീട് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഹബക്കൂക്ക് 1:5 പറയുന്നല്ലോ, കേൾക്കാൻ ആരും വിശ്വസിക്കാൻ പറ്റാൻ തക്കവിധമുള്ള അനുഭവ അടയാളങ്ങൾ ഈ കാലയളവിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുന്നുള്ള പറയുന്നൊരു കർത്താവിൻ്റെ വചനമുണ്ട്. ഒരു പക്ഷേ ഉടമ്പടിയിലെ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ നമുക്കത് എപ്പോഴും ഒരിക്കലും മനസ്സിലാവാത്തൊരു സമസ്യയായിട്ട് അതിങ്ങനെ കിടന്ന് നിലനിൽക്കുകയും അതിനെ നമുക്ക് മറുതലിച്ച് നിൽക്കാം. മറുതലിക്കുന്നവരൊക്കെയും മറുതലിച്ച് നിൽക്കുന്നു. അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരൊക്കെയും എത്രയും വേഗം അനുഭവത്തിൻ്റെ സാക്ഷികളാകുന്ന വലിയൊരു അനുഭവം. അപ്പം മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിനെക്കുറിച്ചും. ആ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു ഉടമ്പടി ആലയത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവാനുഭവം സാക്ഷ്യങ്ങൾ പലതും തുടങ്ങിയിരിക്കുന്നതും ഇപ്പോഴും തുടങ്ങുന്നതും അത് ആരൊക്കെയോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടുകൊടുത്ത ഒരു പത്രം, അല്ലെങ്കിൽ മാറ്റിവെച്ച പത്രം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്ന പത്രം എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പരിശുദ്ധ അമ്മ അതിനോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് അടയാളങ്ങളിൽ ഒന്ന് മാതാവ് ഒരു കരം പോലെ. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വൊക്കേഷൻ സ്റ്റോറിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയും, ഞാൻ അവിടെ നിന്നപ്പോൾ ഒരാൾ പത്രം തന്നു, അതിൽ ഞാനെടുത്ത് മാറ്റിയിട്ടു, പക്ഷേ പിന്നീട് അതെടുത്ത് ഞാൻ നോക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിലിങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ പോലെ, അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ പോലെ നേരിട്ടുകൊണ്ട് കിട്ടും. ചിലരത് സ്നേഹത്തോടെ സ്വീകരിക്കും. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം കർത്താവ് നേരിട്ട് വന്നിട്ട് വചനം പറഞ്ഞ് അത്ഭുതം നടത്തിയിട്ട് പോലും വിശ്വസിച്ചിട്ടില്ല ആൾക്കാർ. അപ്പം നമ്മൾ നേരിട്ട് വന്ന് നമ്മുടെ അടയാളം പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു സമൂഹം ഉണ്ടെന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു വിശ്വാസം ഒരു ഗിഫ്റ്റാണ്, അതൊരു തുറവിയാണ്. ഒരാളെങ്കിൽ ഒരാൾ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ അത് ദൈവം ആ മകനെ സ്വന്തമാക്കും. ഇപ്പോൾ ഈ മകൾ പറഞ്ഞ പോലെ ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിൽ നമ്മളിലൂടെ ആരൊക്കെയോ കർത്താവ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിലൊന്ന് ആ മകളുടെ ഉടമ്പടി, ഒന്ന് അപ്പച്ചൻ്റെ കാര്യമായിരുന്നു. പിന്നെ കഴിഞ്ഞൊരു സാക്ഷ്യത്തിൽ ഈ മകൾ വേറെ ഏതേ കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവ് ലക്ഷ്യം വെക്കുന്ന ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക ദൈവം വെളിപ്പെടുത്തി തരും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്നും വ്യക്തമാണ്. ഈ ഉടമ്പടി എടുത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്കൊക്കെയും ഈ അനുഭവം ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. ഉടമ്പടിയിലെ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുമ്പം ദൈവം നമ്മുടെ യാത്രയെ എപ്പോഴെങ്കിലും സ്ഥിരീകരിച്ച് തരുമെന്നുള്ളത്
വളരെ സത്യമായിരുന്നു. ഇപ്പം ഈ മകൾ അവസാനം അത് തന്നെ, ഈ മകൾ തന്നെ എൻ്റെ കൺക്ലൂഷനും പറഞ്ഞു. നമ്മുടെ ഈ കുടുംബത്തിൽ ഇങ്ങനെ അടയാളങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചില്ല. അപ്പം ആ അനുഭവം അടയാളം ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ഒരാളുടെ പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ളതും, ആ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതും, ആ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയിക്കുകയാണ് എന്നുള്ളതും കർത്താവ് തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. അതാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമുക്ക് ഒരു പ്രചോദനമായിട്ട് ഇനിയും സാക്ഷ്യം പറയാനായിട്ട് ഈ മകളുടെ അനുഭവങ്ങൾ, ഇനിയും ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഉടമ്പടി എടുത്ത എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.